എനിക്ക് അർജൻറ്റായിട്ടൊന്ന് ചെയ്യണം, എന്നാ ചെയ്യണം തരത്തിൽ എക്സാം സെൻറ്ററിനകത്ത് വന്നിരിക്കുക, അല്ലെങ്കിൽ അയ്യോ എന്തൊരു തണുപ്പാണ് ഇത്, എനിക്ക് ദേഹമൊക്കെ വേദന എടുക്കുന്നു, തണുത്തിട്ടേ ആൻസർ പോലും നേരെ എഴുതാൻ പറ്റുന്നില്ല, ഷിവർ ചെയ്യുക, ദാഹിച്ചിരിച്ചിരി വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല, ഇത്ര 3 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ഇരിക്കുക, വിശക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ എക്സാം സെൻറ്ററിനകത്ത്, എസ്പെഷ്യലി IELTSൻ്റെ OETയുടെ ഒക്കെ എക്സാം സെൻറ്ററിനകത്ത് നമ്മൾ സ്റ്റുഡൻസ് മനസ്സിൽ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ എക്സാം എഴുതാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ നിങ്ങൾ OETയുടെ ആണല്ലോ IELTSൻ്റെ ആണല്ലോ എക്സാം എഴുതാൻ ഒരു ടെസ്റ്റ് സെൻറ്ററിൽ ചെല്ലുമ്പം ആ ടെസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഫുൾ എയർ കണ്ടീഷനോട് കൂടിയിട്ടുള്ള സെൻറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് ഒട്ടും തണുപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ തന്നെ ഒരു സ്വെറ്റ് ഷർട്ട്സോ അല്ലെങ്കിൽ ഒരു ജാക്കറ്റോ അല്ലെങ്കിൽ ഒരു തെർമൽസോ എന്തെങ്കിലും ഇട്ട് നമ്മളെ വാമാക്കി വെക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് വേണം നമ്മൾ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം. ഇൻ ബിറ്റ്വീൻ നമ്മൾ ഷിവറിങ് ഉണ്ടായി കോൺസെൻട്രേഷൻ ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, IELTS അല്ലെങ്കിൽ OETയുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് റൈറ്റിങ്ങും ലിസ്ണിങ്ങും റീഡിങ്ങും കണ്ടിന്യൂസ് 3 hours നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് പോവാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ നമുക്ക് ചിലപ്പോൾ ദാഹിക്കും, ചിലപ്പം ചില ആൾക്കാർക്ക് അസിഡിറ്റി ഇഷ്യൂസ് കാണും, അപ്പം നമുക്ക് ചിലപ്പം വിശക്കും അല്ലേ, എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നും. അപ്പോൾ യു നീഡ് ടു ബി പ്രിപ്പയർഡ് ഫോർ ഓൾ ദീസ് തിങ്സ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ്സും എല്ലാം എടുക്കാം. ഇൻ ബിറ്റ്വീൻ നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് കഴിക്കണമെങ്കിൽ ചോക്ലേറ്റ്സ് എടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽസ് വിത്ത് യു. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ടെസ്റ്റ് സെൻറ്ററിനകത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും.